കൃഷ്ണന്റെ ഇടയ്ക്കുള്ള സ്വഭാവം കാണുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നിട്ടാ. നിനക്കിത് എന്തിന്റെ കേടാണ്? ആളില്ലാത്ത മാളിക. യാത്ര പോകാൻ എത്രയോ സ്ഥലങ്ങളുണ്ട്. വെക്കേഷൻ ചിലവഴിക്കാൻ അവൾക്ക് ഇതേ കണ്ടുള്ളൂ. രേണു, അവളുടെ സന്തോഷമല്ലേ നമുക്ക് വേണ്ടത്? അവളുടെ സ്വഭാവം നിനക്കറിയാലോ. പിന്നെ വളരെ നല്ല സ്വഭാവമല്ലേ. എന്തൊക്കെ ആലോചിച്ചൊറ്റയ്ക്കുള്ള ഇരിപ്പും ആരോടും കൂട്ടില്ലാത്ത പ്രകൃതവും. അവളെവിടെ? ആ കളക്കടവിൽ ഇരിപ്പുണ്ട്. കൃഷ്ണ, എന്തായത് വന്നേ? എന്താ മോനൂട്ടാ നീ വരാത്തെ? പറഞ്ഞില്ലേ ഞാൻ വരൂലെന്ന്. കുട്ടാ, വീട് പൂട്ടിയിട്ടാണ് ഞങ്ങൾ പോണം. അപ്പൊ നീ എന്ത് ചെയ്യും? ഞാൻ മിനിയാന്തിയുടെ വീട്ടിൽ നിന്നോളാം. അപ്പൊ നീ വന്നില്ലല്ലേ? ഓ, ഇവന്റെ ഒരു കാര്യം. കേട്ടത് ശരിയാണ്. ചേരമാവനടക്കം 10 മണിക്ക് അവർ പുറപ്പെടും. എളവത്തൂർ തറവാട്, അവിടുത്തെ പിന്തലമുറക്കാർ എന്ന നിലക്ക് നമുക്ക് അവരോടൊപ്പം പോകാം. അവർക്ക് സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ. ഏയ്, അപ്പൊ രാവിലെ 10 മണിക്ക്. ചേട്ടാ, അവിടെ ആരോണ്ട് ഇരിപ്പുണ്ടല്ല? ആരായാലും ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. ആരാ? നിങ്ങളോടാണ് ചോദിച്ചത് ആരാണെന്ന്. ഞാൻ ശങ്കരൻ, ഈ വീടിന്റെ കാവൽക്കാരൻ. നിങ്ങൾ ഇവിടെ എന്തിനു വന്നു? ഹലോ, ഞങ്ങൾ ഈ വീടിന്റെ അവകാശികളാണ്. അവകാശികളോ? നിങ്ങളോ? കാലഹരണം സംഭവിക്കാൻ പോകുന്ന സന്തതികളെ. ജീവിതം നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ തിരികെ പോകാൻ. ഇയാൾക്ക് ഭ്രാന്താണ്. എത്രയും പെട്ടെന്ന് ഇയാൾ തിരിച്ചുവിടണം. എനിക്ക് ഭ്രാന്തില്ല. നിങ്ങൾ ഒന്നോർക്കണം, ഇവിടത്തെ കാറ്റിന് മരണത്തിന്റെ ഗന്ധമാണ്. ഈ വീടിനുള്ളിൽ അന്ത്യം നിങ്ങളെ കാത്തിരിക്കുന്നു. തിരികെ പോകാൻ. തിരികെ പോകാനല്ല ഞങ്ങൾ ഇവിടെ വന്നത്. ഞാൻ പറഞ്ഞത് സത്യം. എന്തോ ഒന്ന് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. എനിക്കതറിയാൻ കഴിയും. അമ്മാവ, എന്താണിത്? ഇത് ഈ വീടിന്റെ താക്കോലാണ്. ഞങ്ങൾ ഇതിന്റെ അവകാശികളാണെന്ന് മനസ്സിലായില്ലേ? ദയവേ ഇത് നിങ്ങൾ ഇവിടുന്ന് പോണം. ഇത് മരണത്തിന്റെ താക്കോലാണ്. എനിക്കിനി ഒന്നും നിങ്ങളോട് പറയാനില്ല. ഒന്നും. കാലമെത്താതെ ഞാൻ പോയിരുന്നാലും അന്തരാത്മാവിൻ ദാഹവും മോഹവും വിട്ടുപോവില്ലെന്നറിഞ്ഞിടൂ നിങ്ങൾ. വിട്ടുപോവില്ലെന്നറിഞ്ഞിടൂ നിങ്ങൾ. അയാളുടെ വാക്കിൽ എന്തോ പന്തികളുണ്ടല്ലോ. എനിക്കത് തോന്നാതിരുന്നില്ല. എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നത് ചേട്ടനാണ്. പക്ഷെ ചേട്ടൻ ഇതുവരെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അങ്കിളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നീലാംബരി മുത്തശ്ശി എങ്ങനെയാ മരിച്ചത്?
അത് എല്ലാം അമ്മാവനറിയാന്നുള്ളത് ഞങ്ങൾക്കറിയാം. അത് ഞാൻ പറയാം. വളരെ പണ്ട് ഈ പ്രദേശത്ത് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മുത്തശ്ശി ഒന്ന് കാലിന് വയ്യാതെ 2ാം നിലയിലെ ഏതോ മുറിയിൽ കിടപ്പിലായിരുന്നു. ആ, അന്ന് ഇവിടെ ഉള്ളവരെല്ലാവരും മറ്റൊരു സ്ഥലത്തേക്ക് പോയി. മുത്തശ്ശി മാത്രം കൊണ്ടുപോയില്ല. അപ്പൊ മുത്തശ്ശി ആരും ഗൗനിച്ചിരുന്നില്ല. പോയവർ തിരിച്ചു വന്നപ്പോ കണ്ടത് മുത്തശ്ശിയുടെ മൃതശരീരമാണ്. പാവം മുത്തശ്ശി. അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, മുത്തശ്ശിയുടെ മരണശേഷം ഇവിടെ എല്ലാവരും ദുർമരണപ്പെട്ടു എന്നുള്ളത്. അതെ. ആ, നിങ്ങൾ നിങ്ങളോട് വീടൊക്കെ ചുറ്റി കണ്ടിട്ട് വരാം. അമ്മാവന്റെ കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. അമ്മാവന് നമ്മളെ സംശയമില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. പക്ഷെ താക്കോൽ അമ്മാവന്റെ കയ്യിലല്ലേ? അതെ, നീ ഒരു കാര്യം ചെയ്യണം. പുള്ളിനെ രഹസ്യമായി ഒന്ന് നിരീക്ഷിക്കണം. ഓക്കെ. അമ്മേ, ഞാൻ കൃഷ്ണയുടെ നൊലോളി കേട്ട്. ജിജിലെ കൃഷ്ണയ്ക്ക് എന്ത് പറ്റി? വാ, നമുക്ക് നോക്കാം. എന്ത് പറ്റി മോളെ? മോനെ, അതവൾക്ക് തോന്നിയതാവുന്നേ. അതാ പ്രാന്തൻ എന്തൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാണെന്ന്. ശരിക്കും ഞാൻ പേടിച്ചു പോയിട്ടാ അവളുടെ നൊലോളി കേട്ടിട്ട്. ശ്ശോ, എനിക്ക് ഉറക്കം വന്നിട്ട് പാടില്ല. അവരെല്ലാം കിടന്നോണോ? ഇളച്ചൻ മഞ്ഞില്ലേ? ആ, നിങ്ങൾ പോയി കിടന്നു. എനിക്ക് സർവേ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഹലോ സജീവേ, ഞാൻ ആ സ്ഥലത്തില്ല, പിന്നീട് വിളിക്കാട്ടാ. എന്നെ നിനക്ക് മനസ്സിലായില്ലേ?
ഞാൻ നിന്റെ മുത്തശ്ശി. താക്കോല് കിട്ടിയാ? കിട്ടി. ഛേ, നാശമായി, ഒന്നും കാണുന്നില്ല. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു, അത് അമ്മാവൻ തന്നെ മാറ്റി കാണും. ഛേ, എടാ, നീ എന്താ കിടക്കാത്തത്? കിടന്നിട്ടാണെങ്കിൽ ഉറക്കവും തന്നെ ഇല്ല, നല്ല ദാഹമുണ്ട്. എടാ, ആ ഹാളിനപ്പുറത്തെ ആ കൂജയില് വെള്ളരിപ്പുണ്ട്. കിരൺ, 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 കിരൺ. ആരെയാ വേണ്ടത്? നിനക്ക് തോന്നിയതാവും. ഞാൻ കേട്ടതാണ് ഒരാളുടെ കരച്ചിലിന്റെ ശബ്ദം. ആ ഞാനും കേട്ടു. നമുക്കൊരു കാര്യം ചെയ്യാം, അങ്കിളിനെ വിളിക്കാം. എന്താണിത്? ഞാൻ പറഞ്ഞതല്ലേ ആർക്കും ഇവിടം വിട്ടു പോകാനാവില്ലെന്ന്. രക്ഷപ്പെട്ടത് നീ മാത്രം, രക്ഷപ്പെടുന്നതും നീ മാത്രം. കാരണം പ്രതിബിംബമാണ് നീ, നീലാംബരിയുടെ പ്രതിബിംബം. ഉറ്റ
ഉറ്റവരും ഉടയോരുമില്ലാതെ നീലാംബരി അനുഭവിച്ച ഏകാന്തത നിന്നിൽ കണ്ടതുകൊണ്ടാണ് നീ രക്ഷപ്പെട്ടത്. പക്ഷേ നിങ്ങളുടെ കാര്യം നേരം പുലരാൻ ഇനി നാഴികകൾ മാത്രം. പക്ഷെ രാത്രി തീരുന്നതിന് മുമ്പ് അത് സംഭവിച്ചിരിക്കും. നിങ്ങളുടെ മരണം വിടുത്താൽ രക്ഷ, പക്ഷെ അതിനു മുമ്പേ തീരും നിങ്ങൾ. അച്ഛാ, ഞാനിപ്പോ വരാം. അവളെങ്ങോട്ടാ പോയത്? ഗോപനും കിരണൊക്കെ എന്തേ? ശേ, ഇവിടെ റേഞ്ച് ഇല്ലല്ലോ. പോലീസിന് വിവരം അറിയിക്കണം. എല്ലാവരോടും സമാധാനം പറയേണ്ട ഒരു അനീഷണം. എന്നാലും ഇവിടെ കണ്ട ആ മനുഷ്യനാരാണ്? അച്ഛാ, രാത്രി ഈ മതിൽക്കെട്ടിനുള്ളിൽ കിടന്നാൽ മുത്തശ്ശി ആരെയും വെറുതെ വിടില്ല. അപ്പോ അയാളൊരു മനുഷ്യനല്ല.